ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മിന്നും വിജയം നേടിയ സമയത്ത് നരേന്ദ്രമോദി ഒരു ബി.ജെ.പി. നേതാവിനെ കൃത്യമായിട്ട് ഒരു ദൗത്യം ഏൽപ്പിച്ചിരുന്നു. ആ നേതാവ് അത് വലിയ രീതിയിൽ തന്നെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിജയം സൃഷ്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്ക് നൽകിയ വാക്ക് പാലിച്ചിരിക്കുകയാണ്. 2014 ദില്ലിയിൽ നിന്നുള്ള ബി.ജെ.പിയുടെ MP ആയിട്ട് വിജയിച്ചു വന്നു. 2019 അദ്ദേഹം ദില്ലിയിൽ നിന്ന് ബി.ജെ.പി. MP ആയിട്ട് വിജയിച്ചു വന്നു. അതിനുശേഷം 2024 അദ്ദേഹത്തിന് സീറ്റ് നൽകാതെ നരേന്ദ്രമോദി ഒരേ ഒരു കാര്യം മാത്രമാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. വിഷയം ഒന്ന് മാത്രമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂദില്ലി മണ്ഡലത്തിൽ മത്സരിച്ച് അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തി ദില്ലിയിൽ അധികാരം പിടിക്കുക എന്നുള്ളത്. ആ ഒരു വിഷയം കൃത്യമായിട്ട് ഏൽപ്പിച്ചു. ആ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമാക്കി ഒരു വമ്പൻ വിജയം ബി.ജെ.പിക്ക് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുകയാണ്. ബി.ജെ.പിയുടെ നേതാവായിട്ടുള്ള പർവേഷ് വർമ്മ എന്ന് പറയുന്ന ഒരു ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനത്തിൽ വർഷങ്ങളോളമായിട്ട് ഒരു പരാതിയോ പരിഭവവും ഇല്ലാതെ സംഘടനാ പ്രവർത്തനത്തിൽ പ്രവർത്തകർക്കൊപ്പം ദില്ലിയിൽ നിന്നുകൊണ്ട് ശക്തമായിട്ടുള്ള സംവിധാനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നിരന്തരമായിട്ട് ശ്രമിച്ച ആ ഒരു വ്യക്തി. ഇതിൽ ചരിത്രപരമായിട്ടുള്ള ഒരു വിജയം എന്നുള്ളത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ദില്ലിയിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചത് അഴിമതി രഹിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം, അത് ഞങ്ങളിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്നുള്ള ഒരു വലിയ വാഗ്ദാനമായിരുന്നു. 2014 ആ വാഗ്ദാനത്തോടനുബന്ധിച്ച് നടന്ന തിരഞ്ഞെടുപ്പുകളടക്കം ആദ്യം 2015 വലിയൊരു വിജയം 67 സീറ്റുകളോടുകൂടി ആം ആദ്മി വിജയിച്ചു. 2020 63 സീറ്റുകളോടുകൂടി വിജയിച്ചു. ഈ സമയത്ത് രാജ്യം ഉറ്റുനോക്കിയ രണ്ടാമത്തെ ഒരു വലിയ നേതാവായിട്ട് അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വരും എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളോടുകൂടി വ്യാപകമായിട്ട് ബി.ജെ.പി. വിരുദ്ധർ നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ച ആശയം അത് യഥാർത്ഥത്തിൽ അഴിമതി രഹിതമായിട്ടുള്ള ആശയമല്ല, അഴിമതി മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ എന്നുള്ള ആ ഒരു ലക്ഷ്യം തന്നെയാണ്. തൻ്റെ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് സ്വാർത്ഥമായിട്ടുള്ള ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ട് അത് വലിയ രീതിയിൽ ബുദ്ധിപരമായിട്ട് പ്രവർത്തിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഈ ഒരു നേതാവിനെ സംബന്ധിച്ച് ഇതുപോലെ ഒരു തിരിച്ചടി ലഭിക്കാനില്ല. അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ഗംഭീര തിരിച്ചടിയാണ് ഇപ്പോൾ ദില്ലിയിൽ കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ 48 സീറ്റുകളോടുകൂടി ബി.ജെ.പി. അധികാരത്തിൽ വരുന്നു. 22 സീറ്റുകൾ മാത്രം അത് നിലനിർത്തി ഇപ്പോൾ ബി.ജെ.പി. എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരിക്കൽ കൂടി മത്സര രംഗത്തിറങ്ങിയ ഈ ഒരു പ്രസ്ഥാനത്തിന് ഇപ്പോൾ ഒരിക്കലും ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു തകർച്ച നേരിട്ടിരിക്കുകയാണ്. ഇതിന് ഏറ്റവും മുഖ്യമായിട്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ അല്ലെങ്കിൽ ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന മുൻ മുഖ്യമന്ത്രി, ഇപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ഈ ഒരു വ്യക്തിയെ പോലും വലിയ രീതിയിൽ തന്നെ പരാജയപ്പെടുത്തി ഒരു തരത്തിലും ഇനി ഈ ആം ആദ്മി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ദില്ലിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു തിരിച്ചടിയാണ് ബി.ജെ.പി. നൽകിയിരിക്കുന്നത്. ഒരു തർക്കമില്ല. അപ്പോ നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തോൽവി എന്നുള്ളതിൽ സംപൂജ്യനായി ഇപ്പോഴും ദില്ലിയിൽ നിൽക്കുകയാണ്. ഒരു സമയത്ത് ദില്ലി 15 വർഷം അടുപ്പിച്ച് ഭരിക്കും. വർഷങ്ങളോളം അതിന് മുന്നെല്ലാം ബി.ജെ.പി. 99 അധികാരത്തിൽ വരുന്നതിന് മുന്നോടിയായിട്ട് എല്ലാ തവണയും കോൺഗ്രസ് ആണ് അധികാരത്തിൽ വന്നിട്ട്. പക്ഷെ ഇത്തവണയും കഴിഞ്ഞ വട്ടവുമെല്ലാം 0-ൽ നിൽക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം അവരത് ആ ഒരു സംഭവം മാത്രമേ ചെയ്തിട്ടുള്ളൂ. 2% വോട്ടുകൾ മാത്രമാണ് ഇത്തവണയും അവർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ബി.ജെ.പി. എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ദില്ലി നിയമസഭയിൽ അവർക്ക് അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ഒരു പോരാട്ടം വലിയ രീതിയിൽ നടത്താൻ കഴിഞ്ഞ 10 വർഷമായിട്ട് പോലും സാധിക്കാത്ത തരത്തിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള രീതിയിൽ മുഴുവൻ സീറ്റുകളും പിടിച്ചെടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വന്നിരുന്നു. അത് അവർക്ക് വിജയം കാണാനും സാധിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെങ്കിലും അവർക്കത് സാധിച്ചിരുന്നു. പക്ഷേ യഥാർത്ഥത്തിലുള്ള മുഖം അത് ജനങ്ങളുടെ മുന്നിൽ എടുത്തു വെച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന അവരുടെ നേതാവിനെ തന്നെ തലക്കടിച്ച് വീഴ്ത്തുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ വമ്പൻ വിജയത്തിലോടുകൂടി ബി.ജെ.പി. മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിൽ ബി.ജെ.പിയുടെ മികച്ച മുഖച്ഛായുള്ള പർവേഷ് വർമ്മ തന്നെയാണ് ഇതിലേറ്റവും കേമനായിട്ട് നിൽക്കുക. അദ്ദേഹം തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ചരിത്രപരമായിട്ടുള്ള ഒരു വിജയം ബി.ജെ.പിക്ക് സമ്മാനിച്ച ബി.ജെ.പിയുടെ പ്രവർത്തകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം വലിയ രീതിയിലാണ്
BJP മുന്നോട്ട് വെക്കുന്ന ആശയം അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചതെന്നുള്ളത് നമ്മൾക്ക് ബോധ്യമാകും. 2014 മുന്നേ രാജ്യ തലസ്ഥാനത്ത് സ്ഫോടന പരമ്പരകൾ നടത്തുന്നതിനായിട്ട് എപ്പോഴും അവിടുത്തെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആസൂത്രങ്ങൾ നടത്തി, സ്ഫോടനങ്ങൾ മാത്രം നടത്തി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊന്നു വീഴ്ത്തുന്ന ഭീകരവാദ കൂട്ടങ്ങൾക്ക്, ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് പോലും വലിയ രീതിയിലുള്ള ഒരു തടയിടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയത് നരേന്ദ്രമോദി സർക്കാർ മാത്രമാണ്. പക്ഷേ ദില്ലി നിയമസഭയിൽ ഭരണം ലഭിക്കാത്ത രീതിയിൽ ഒരുപാട് പ്രതിസന്ധികൾ അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പഞ്ചാബിൽ നിന്നും അതോടൊപ്പം ഹരിയാനയിൽ നിന്നും BJP വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെയും പിന്തുണക്കുന്ന ചില കർഷകർ വന്നുകൊണ്ട് അവിടെ ട്രാക്ടർ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു. ഖലിസ്ഥാൻ വാദികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദില്ലിയിൽ ആസൂത്രിതമായിട്ടുള്ള പല പ്രവർത്തനങ്ങൾ നടന്നു. പക്ഷെ ഇതൊക്കെ പൂർണ്ണമായിട്ട് ഇതിന്റെ മുന്നിലൊക്കെ കണ്ണടച്ചുകൊണ്ട് അവിടെ കണ്ണടച്ചിരുട്ടാക്കുക എന്നുള്ള നയം തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടി സ്വീകരിച്ചത്. അതോടൊപ്പം പൗരത്വ ഭേദഗതി ബില്ല്, ആ ഒരു ബില്ല് പാർലമെന്റിൽ പാസ്സാക്കിയ സമയത്ത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ സമയത്തൊക്കെ ദില്ലിയിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം മുന്നിൽ കണ്ണടച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ വിഘടിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യാജ ആരോപണമെല്ലാം ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് നിന്ന് കേന്ദ്ര തലസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്തിന്റെ തലസ്ഥാന നഗരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം ആക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ആം ആദ്മി പാർട്ടി ശ്രമിച്ചത്. ഇത് എല്ലാം പൂർണ്ണമായിട്ടും രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, തർക്കമില്ല എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കൂട്ടത്തിൽ മദ്യ അഴിമതി കേസിൽ ജയിലിൽ അകപ്പെട്ട കെജ്രിവാളിന് ജനങ്ങൾ കോടതി ശിക്ഷ നൽകുന്നതിന് മുന്നേ ജനങ്ങൾ ശിക്ഷ നൽകിയ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടന്നതെന്നുള്ള തർക്കമില്ല. 2014 മുതൽ 2024 വരെ BJP പാർലമെന്റ് ഇലക്ഷനിൽ വിജയിച്ച് നിൽക്കുന്ന സമയത്ത് ദില്ലി സംസ്ഥാനം ഒരു കിട്ടാക്കനിയായിട്ട് നിൽക്കുകയായിരുന്നു. ഹരിയാനയിലും മഹാരാഷ്ട്രയും എല്ലാം വലിയ രീതിയിലുള്ള ഒരു വിജയം സമ്മാനിച്ചുകൊണ്ട് BJPയുടെ പ്രവർത്തകർ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും അത് ജനങ്ങൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ ദില്ലിയിൽ മാത്രം ഇതിനിടയിൽ നടന്ന 3 ഘട്ടങ്ങളിലായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും BJPക്ക് കാര്യമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. ഒരു വട്ടം 31 സീറ്റിൽ നിൽക്കുകയും ആം ആദ്മി പാർട്ടി 28ഉം ബാക്കിയുള്ള സീറ്റുകൾ കോൺഗ്രസുമാണ് പിടിച്ചിരുന്നത്. അന്ന് ഈ അഴിമതി എന്നുള്ള സംഭവം അത് ഏത് തരത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള അഴിമതികൾ നടത്തിക്കൊണ്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോയ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ സംസാരിച്ച് മുന്നോട്ട് വന്ന ആം ആദ്മി പാർട്ടി അവരോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് ദില്ലിയിൽ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ BJPക്ക് അത് വലിയ രീതിയിൽ ഇവരുടെ യഥാർത്ഥ മുഖം പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ച ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു എന്നുള്ള തർക്കമില്ല. അപ്പോൾ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പിടിക്കുക അല്ലെങ്കിൽ അവിടെ ഒരു വലിയ വിജയം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോന്ന BJPക്ക് ഇപ്പോൾ അത് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിച്ചിരുന്നു. സാധാരണ രീതിയിൽ പിടിച്ചു കൊണ്ടുവരാൻ പറയുന്ന ആളെ കൊന്നുകൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള ഒരു പരാജയമായിരുന്നു അരവിന്ദ് കെജ്രിവാളിനുണ്ടായത്. അതുപോലത്തെ ഒരു വലിയ വിജയമാണ് പ്രവേശ് വർമ്മ ഇപ്പോൾ അവിടെ നടത്തിയിരിക്കുന്ന. ഒരു തർക്കമില്ല, ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു വിജയം സമ്മാനിച്ചുകൊണ്ട് വലിയ ഒരു മാറ്റങ്ങളിലേക്ക് ദില്ലി എന്ന് പറയുന്ന സംസ്ഥാനം ഇനി മുന്നോട്ട് പോവുകയാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല.